വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡല്ലേ, അങ്ങനെ കമലം പറയുന്നുണ്ട്. അച്ഛൻ അങ്ങോട്ട് വരികയാണ്, കയ്യോടെ എല്ലാത്തിനെയും പിടികൂടും ശാന്തയെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് വിഷ്ണു ആണെങ്കിൽ കുടുംബശ്രീ വീട്ടിൽ വണ്ടി ഓടിച്ച് മുറ്റത്തേക്ക് വരികയാണ്. അന്നേരം നോക്കുമ്പോഴത്തേക്ക് വീടൊക്കെ നല്ല പെയിൻ്റ് അടിച്ചിരിക്കുന്നു, മുറ്റത്ത് അലങ്കാര ചെടികളൊക്കെ ഇരിപ്പുണ്ട്, വീട്ടിൽ നല്ല മാറ്റമൊക്കെ ഉണ്ട്. വിഷ്ണു ശ്രദ്ധിക്കുകയാണ്. ഇതേ സമയം അവിടെയാണെങ്കിൽ മുറ്റത്തൊന്നും ആരുമില്ല, കളക്ടർ വണ്ടിയില്ല, അവിടെ ശാലിനിയെ കാണാൻ വന്നവരോ ആരും തന്നെ ഇല്ല. ഇതേ സമയം അവരെല്ലാവരും കുടുംബശ്രീ ഹോട്ടലിനകത്ത് ഇരിക്കുകയാണ്. ശാന്ത അവരെല്ലാവരും പിടിച്ചിരുത്തിയിട്ട് ഭക്ഷണം കൊടുക്കുകയാണ്. എന്നിട്ട് ദോശയോ സാമ്പാറോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ കളക്ടറെ കാണാൻ വന്നവരാണ്, ഞങ്ങൾ എന്തിനാണ് ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നത്, നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതാണെന്ന് പറയുമ്പോൾ മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടാണ്, ഇല്ലെങ്കിൽ നിങ്ങളുടെ ആരുടെയും പരാതിയൊന്നും കളക്ടർ കേൾക്കത്തില്ല, മര്യാദയ്ക്ക് ഇരുന്നോ എന്നൊക്കെ ഒരു ഭീഷണി സ്വരത്തിൽ ശാന്ത എല്ലാവരെയും പറഞ്ഞു ഒതുക്കി അവിടെ ഇരുത്തുകയാണ്. തുടർന്ന് എല്ലാവർക്കും ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട്, പക്ഷെ ആരും കഴിക്കുന്നൊന്നുമില്ല. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ വീടൊക്കെ വണ്ടിയിൽ നിന്നിറങ്ങിയ വീടൊക്കെ ഒന്ന് ശ്രദ്ധിച്ച ശേഷം ഹോട്ടലിൻ്റെ ഫ്രണ്ടിലേക്ക് ചെല്ലുകയാണ്. അന്നേരം ശാന്ത ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ശാന്തയുടെ മുഖത്താണെങ്കിൽ ആകെ ഒരു പരിഭ്രമം തന്നെയാണ്. തുടർന്ന് അല്ല ഇതാര് വിഷ്ണു മോനോ, എന്താ കഴിക്കുന്നോ, എല്ലാം കഴിക്കുന്നോ, അകത്തേക്ക് കയറാമെന്നൊക്കെ പറയുമ്പോൾ വേണ്ടാന്ന് പറയുക, ഞാൻ കഴിച്ചതാണെന്ന് പറയുമ്പോൾ അകത്തിരിക്കുന്ന കളക്ടർ കാണാമെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുകയാണ് ഞങ്ങളും കഴിച്ചതാണെന്ന്. അന്നേരം ശാന്ത തെല്ലൊന്ന് പരിഭ്രമിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് ശാന്ത ഒരു നോട്ടം നോക്കുമ്പോൾ അവരാരും ഒന്നും മിണ്ടുന്നില്ല. അതേസമയം ശാലിനിയാണെങ്കിൽ അകത്ത് നിന്ന് ജനലിൽ കൂടിയ കത്തം മാറ്റി വിഷ്ണുവോടെ വന്നതും ശാന്തയോട് സംസാരിക്കുന്നതും ഒക്കെ അകത്ത് നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്ന് ചോദിക്കുന്നുണ്ട്, അല്ല ഞാൻ വന്നത് എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ എന്താ ശാലിനി മോളെ ശാരദാമ്മയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണുവിൻ്റെ ആ പ്രതീക്ഷ മുഴുവനങ്ങ് ഇല്ലാതാവുകയാണ്. അന്നേരം വീടൊക്കെ അങ്ങ് മാറിപ്പോയല്ലോ, പെയിൻ്റൊക്കെ അടിച്ചിരിക്കുന്നു, അലങ്കാര ചെടികളൊക്കെ വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഞാൻ തന്നെ ചെയ്തതാണ്, ഹോട്ടൽ എന്നെ ഏൽപ്പിച്ചിട്ടല്ലേ പോയത്, കണക്ക് നോക്കാനൊന്നും ആരും ഇല്ലല്ലോ, ഇവിടുത്തെ വരുമാനം കൊണ്ട് കുടുംബം പച്ച പിടിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ പിന്നീട് ഒരു കാലത്ത് ശാരദാമ്മയോ ശാലിനിയോ വന്ന് കണക്ക് ചോദിച്ചാൽ എൻ്റെ കൈമലർത്തി കാണിക്കാനേ പറ്റൂ, അതുകൊണ്ട് ഞാൻ തന്നെ ഇത് ചെയ്തതാണ് എന്നൊക്കെ ശാന്ത തോരാതെ അങ്ങോട്ടങ്ങ് സംസാരിക്കുകയാണ്. അന്നേരം വിഷ്ണുവിൻ്റെ സകല പ്രതീക്ഷ അവിടെ നഷ്ടമാവുകയാണ്. തുടർന്നും ശാന്ത അങ്ങോട്ട് തന്നെ ഓരോന്നോരോന്ന് ചോദിക്കുകയാണ്, വിഷ്ണു ഇങ്ങോട്ട് ചോദിക്കാതിരിക്കാൻ വേണ്ടി. ശാരിക മോളെ രാജീവ് സാറിനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ, ഞാൻ എന്നും വിളക്ക് എത്തിച്ച് പ്രാർത്ഥിക്കുന്നത് ശാരദാമ്മയും ശാലിനിയും തിരിച്ചു തരണേന്നല്ല, അവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടണേ എന്നുള്ളത് തന്നെയാണ്. ഇനിയിപ്പോൾ ഇവിടുത്തെ കണക്കുകളൊക്കെ ഏൽപ്പിക്കാനായിട്ട് രോഹിത് മോനും ശ്യാമക്കുഞ്ഞും വിഷ്ണു കുഞ്ഞും ഒക്കെ അല്ലേ ഉള്ളൂ, നിങ്ങൾ ആരെങ്കിലും പൈസ വാങ്ങിച്ചിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ അത് വേണ്ട നിങ്ങൾ തന്നെ വെച്ചോളൂ എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അന്നേരം എന്താ വിശേഷിച്ച് വന്നത് എന്നിങ്ങനെ ശാന്ത വീണ്ടും ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ അതിലെ പോയപ്പോൾ ഒന്ന് കയറിയെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ വീടൊക്കെ ഒന്നും കൂടി ഒന്ന് നോക്കിയിട്ട് വിഷ്ണു അങ്ങ് വണ്ടിയിലേക്ക് കയറുകയാണ്. അന്നേരം ഇടയ്ക്കൊക്കെ വരണേ മോനെ, എന്തെങ്കിലുമൊക്കെ നമുക്ക് സംസാരിച്ചിട്ടൊക്കെ പോവാം, അവരെ കുറിച്ച് വിവരം കിട്ടുന്നെങ്കിൽ എന്നെ അറിയിക്കണേ എന്നൊക്കെ അങ്ങ് ശാന്തയും കൂളായിട്ട് സംസാരിക്കുകയാണ്. അന്നേരം വിഷ്ണുവിന് അവിടെ മനസ്സിലാവുകയാണ് അവിടെ ആരും ഇല്ല എന്നുള്ളത്, ശാലിനിയും ശാരദാമ്മയും അവിടെ ഇല്ല എന്നങ്ങ് വിഷ്ണുവിന് മനസ്സിലാവുന്നുണ്ട്. വിഷ്ണു വണ്ടി എടുത്തങ്ങ് പോവുകയാണ്. തുടർന്ന് വിഷ്ണുവിൻ്റെ വണ്ടി അങ്ങ് പോയ ശേഷം ശാരദാമ്മ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ശാലിനി അങ്ങ് ദേഷ്യത്തോടെയാണ് ശാരദാമ്മ നോക്കുന്നത്. അതിനുശേഷം കഥ തുറന്ന് ഇറങ്ങിയിട്ട് ശാന്തയെ പോയോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം തൽക്കാലം രക്ഷപ്പെട്ടു പോയി എന്ന് പറയുകയാണ്. തുടർന്ന് ആശ്വാസം എന്ന പോലെ ശാരദാമ്മ ഉമ്മറത്തേക്ക് വന്നിരിക്കുന്നുണ്ട്. ശാലിനി ആണെങ്കിൽ ഒന്നും മിണ്ടാതെ അകത്ത് തന്നെ നിൽക്കുകയാണ്. അതേസമയം ശാന്തയാണെങ്കിൽ അകത്ത് ചെന്ന് നിങ്ങളിതുവരെ കഴിച്ചു തുടങ്ങിയില്ലേ എന്നിങ്ങനെ ആ ഹോട്ടലിൽ ഇരിക്കുന്നവരോട് ചോദിക്കുകയാണ്. അന്നേരം ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് കളക്ടർ മേഡത്തെ കണ്ടാൽ മതി എന്ന് പറയുമ്പോൾ ഇന്ന് ആരുടെയും പരാതി കേൾക്കുന്നില്ല, നിങ്ങളുടെ എല്ലാവരോടും പൊയ്ക്കോളാനായിട്ട് പറഞ്ഞു എന്ന് പറയുമ്പോൾ ആര് പറഞ്ഞു എന്നും പറഞ്ഞ് അവരൊക്കെ ചാടി എഴുന്നേൽക്കുകയാണ്. അന്നേരം ഞാൻ പറഞ്ഞാൽ കളക്ടർ മേഡം പറഞ്ഞതുപോലെ തന്നെ ഉരുൾപൊട്ടലും ഭൂകമ്പമൊന്നും ഇവിടെ ഉണ്ടായില്ലല്ലോ, പെട്ടെന്ന് അങ്ങ് പരിഹരിക്കാനായിട്ടെന്ന് പറഞ്ഞ് ശാന്ത അവരോടൊക്കെ അങ്ങ് ചാടി കടിക്കുകയാണ്. തുടർന്ന് ശാലിനിയും അങ്ങ് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ശാന്ത എവിടേക്ക് കയറി വരികയാണ്. അനുപല്ലവി അകത്തു നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം പിന്നെ വിഷ്ണു കാണാതെ മാറിയത് എങ്ങനെയെന്ന് ശാലിനിയോട് ഓർക്കുന്നുണ്ട്. ശാന്ത വന്ന് പറഞ്ഞപ്പോഴേ എല്ലാവരും ഇവിടെ നിന്ന് മാറ്റിയതാണ്, മനഃപൂർവ്വം മാറ്റിയത് തന്നെയാണ്. തുടർന്ന് ശാരദാമ്മയാണെങ്കിൽ ആകെ അങ്ങ് ദേഷ്യമാണ് ശാലിനിയോട്. ഇപ്പോൾ കാണിച്ചത് വലിയ ബുദ്ധിമതിയാണെന്നാണോ നിന്റെ വിചാരം? ഇപ്പോൾ സത്യാമ്മയല്ല വിഷ്ണുവിൻ്റെ മനസ്സിൽ നിന്ന് നിന്നെ തുടച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത് നീ തന്നെയാണ്. 6 വർഷം നീ എവിടെയാണെന്ന് അറിയാതെ നടന്നിട്ടും കടലുപോലെ സ്നേഹം ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് അവൻ്റെ ഭാര്യയെ തേടി വന്നു. അപ്പോഴും നീ എന്തിനാണ് ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്? കടലോളം സ്നേഹം അവൻ മനസ്സിൽ വച്ചിരിക്കുകയാണ്, ഇത്തിരിയെങ്കിലും നിനക്കത് തിരിച്ചു കൊടുത്തൂടെ എന്നൊക്കെ ചോദിച്ചങ്ങ് ആകെ അങ്ങ് വഴക്ക് പറയുകയാണ് ശാലിനി. അന്നേരം ശാന്തയും അനുപല്ലവിയും ഒക്കെ അത് കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ശാലിനി ഒരു അക്ഷരം മിണ്ടുന്നില്ല. അന്നേരം ശാരദാമ്മ ആകെ ദേഷ്യപ്പെട്ടങ്ങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അന്നേരം നീ ഇപ്പോൾ ഈ സ്നേഹം തിരിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നീട് നിനക്ക് പ്രതീക്ഷിക്കുന്ന സമയത്ത് സ്നേഹം കിട്ടില്ല, എന്തിനാണ് ഇങ്ങനെ ചതി ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ആകെ ദേഷ്യത്തിൽ ശാരദാമ്മ അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്.
തുടർന്ന് ആകെ വിഷമിച്ച് ശാലിനി അവിടെ കുടുംബശ്രീ വീട്ടിലിരിക്കുന്നതും വിഷ്ണു വീട്ടിലേക്ക് വണ്ടി ഓടിച്ചു പോകുന്നതുമൊക്കെയാണ് കാണിക്കുന്നത്. അതിനുശേഷം ശ്യാമയാണെങ്കിൽ സത്യഭാമയുടെ വീട്ടിലിങ്ങനെ മാസികയൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുസ്മിത ഫോൺ ചെയ്യുകയാണ്. അന്നേരം സുസ്മിതയാണെന്ന് ശ്യാമയ്ക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അന്നേരം ശ്യാമയല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതെ, നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ആ ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല, ഞാൻ ആരാണ് എന്നുള്ളതും. പക്ഷേ നിൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. ശ്യാമയ്ക്കിപ്പോൾ സമയമൊന്നുമില്ലല്ലോ, പഴയ കൂട്ടുകാരും ഫ്രണ്ട്സും ഒന്നും വിളിച്ചാൽ ഫോൺ എടുക്കാനേ സമയമില്ല. ആ പഴയ ചായക്കടക്കാരിയുടെ മകളല്ലല്ലോ, സത്യഭാമയുടെ മരുമകളല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് വേറെ ജോലിയുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയുന്നൊക്കെ പറഞ്ഞ് ശ്യാമ ഇഷ്ടമില്ലാത്ത രീതിക്ക് അങ്ങോട്ട് നിൽക്കുകയാണ്. അന്നേരം പറയുകയാണ്, പക്ഷേ സത്യഭാമയുടെ മരുമകൾ എന്നുള്ള പട്ടം ഞാൻ ഇങ്ങോട്ട് എടുക്കാൻ പോവുകയാണ്, ഞാൻ വേണമെങ്കിൽ ഒരു ക്ലൂ തരാം, ശ്യാമയ്ക്ക് ഓർമ്മയുള്ള ദിവസം പറയാമെന്ന് പറഞ്ഞിട്ട് 6 വർഷങ്ങൾക്ക് മുമ്പ് പേമാരി കോരിച്ചെരിയുന്ന മഴയൊക്കെ ഉള്ള ഒരു രാത്രി കരുണ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ശ്യാമ അങ്ങ് പെട്ടെന്ന് പേടിക്കുകയാണ്. അങ്ങനെ ചാടിയും എഴുന്നേൽക്കുന്നുണ്ട്. അന്നേരം ആരാ നിങ്ങൾ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എന്നെ ശ്യാമയ്ക്ക് മനസ്സിലാക്കേണ്ട ആവശ്യവുമില്ല, എനിക്ക് പക്ഷേ ശ്യാമയെ നന്നായിട്ട് അറിയാം, പക്ഷേ അതിനുള്ളൊരു പ്രതിഫലത്തിന് വേണ്ടിയാണ് ഞാൻ വിളിച്ചത്, നീ അന്ന് ഒരു ഇടപാട് നടത്തിയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ഞാനൊരു ഇടപാട് നടത്തിയിട്ടില്ല എന്നൊക്കെ ധൈര്യമൊക്കെ സംഭരിച്ച് ശ്യാമ ആദ്യം പറയുന്നുണ്ട്. അന്നേരം അതിൻ്റെ പ്രതിഫലം എന്നോണം നിൻ്റെ ബെഡ്റൂമിൽ മയങ്ങിക്കിടപ്പില്ലേ പത്മിനി എന്ന കുട്ടി, നിൻ്റെ ഭർത്താവിൻ്റെ അമ്മയുടെ പേരിട്ട് വിളിക്കുന്ന പത്മിനി എന്ന് പറയുന്ന കുട്ടിക്ക് ഇപ്പോൾ 6 വയസ്സ് പ്രായമില്ലേ, പക്ഷേ അതിൻ്റെ അച്ഛൻ രോഹിത് അല്ലല്ലോ, അതിനൊരു അച്ഛൻ വേണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ശ്യാമ ആകെ അങ്ങ് പേടിക്കുന്നുണ്ട്. അന്നേരം നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നിങ്ങനെ വീണ്ടും വീണ്ടും ശ്യാമ ചോദിക്കുകയാണ്. അന്നേരം നീ പിന്നെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു എന്ന് തന്നെയാണ് സത്യഭാമയുടെയും രോഹിത്തിൻ്റെയും ഒക്കെ വിചാരം. കാരണം 9 മാസമോ 9 ദിവസമോ അവരുടെയൊക്കെ മുന്നിൽ നീ ഗർഭിണിയായിരുന്നു, പക്ഷേ നീ ഒരു വഴിപിഴച്ച് കുഞ്ഞിനെ പ്രസവിച്ചെന്ന് ഞാൻ പറയില്ല, പക്ഷേ കുഞ്ഞിന് ഒരു അച്ഛൻ വേണ്ടേ, അത് ആരാണെന്ന് കണ്ടുപിടിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്യാമ ആകെ അങ്ങ് പേടിക്കുകയാണ്. അന്നേരം പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് നിന്നോട് വേറെ വിദ്വേഷമോ വിരോധമോ ഒന്നുമില്ല, ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അന്നേ ഇത് സത്യഭാമയോട് പറഞ്ഞിട്ട് അതിന് വേണ്ട പ്രതിഫലം വാങ്ങാമായിരുന്നു, പക്ഷേ എനിക്ക് നിന്നോട് യാതൊരു വിരോധവുമില്ല, പക്ഷേ ഇപ്പോൾ എനിക്കൊരു ആവശ്യം വന്നു, അത് നീ തന്നേ മതിയാകൂ എന്ന് പറയുകയാണ്. ഒരു 10 ലക്ഷം രൂപ എനിക്ക് വേണം, നിൻ്റെ കുഞ്ഞിൻ്റെ ജീവന് വിലയായിട്ട്, പോലീസിനെ അറിയിക്കാനോ എങ്ങും പോകേണ്ട അത്രയ്ക്കുള്ള ബുദ്ധിമോശമൊന്നും നീ കാണിക്കില്ല എന്ന് എനിക്കറിയാം. സത്യഭാമയുടെ മരുമകൾക്ക് 10 ലക്ഷം രൂപ എന്ന് പറയുന്നത് അത്ര വലിയ തുകയൊന്നും അല്ല എന്ന് എനിക്കറിയാം. നാളെ രാവിലെ തന്നെ പൈസ സംഘടിപ്പിച്ചിട്ട് ഈ ഫോണിലേക്ക് വിളിക്കണം, സ്ഥലവും സമയവും സന്ദർഭവും ഒക്കെ ഞാൻ പറയാം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് സുസ്മിത എങ്ങ് ഫോൺ വയ്ക്കുകയാണ്. അന്നേരം ശ്യാമയാണെങ്കിൽ ആകെ എങ്ങ് പേടിച്ച് നിൽക്കുകയാണ്. അന്നേരം ശ്യാമയെ വരട്ടാൻ വേണ്ടി തന്നെയാണ് സുസ്മിത ഇങ്ങനെയൊക്കെ ഫോണിൽ സംസാരിക്കുന്നത്. സംഭവം ഉള്ളതാണോ ഇല്ലയോ എന്നറിയണ്ടേ. അപ്പോൾ ശ്യാമയുടെ പേടിപ്പെടുത്തലും എല്ലാം കൂടി ആകുമ്പോൾ അത് സുസ്മിതയ്ക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ശാലിനിയുടെ മകളാണ് എന്നുള്ളത് സുസ്മിതയ്ക്ക് ഇപ്പോഴും അറിയില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയുമാണ് പുതിയ എപ്പിസോഡിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി പൈസയുമായിട്ട് ശ്യാമ സുസ്മിതയുടെ പറയുന്ന സ്ഥലത്തേക്ക് പോകുമായിരിക്കും. പക്ഷേ സുസ്മിതയാണ് വിളിക്കുന്നതെന്ന് ശ്യാമയ്ക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല, ശബ്ദത്തിൽ നിന്നും ഒന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇനി ശാലിനിയെ വിളിച്ചറിയിക്കുമോ എന്നുള്ളതും, അതോ ഇനി പൈസയുമായിട്ട് ശ്യാമ സുസ്മിതയുടെ അടുത്തേക്ക് പോകുമോ എന്നുള്ളതും, കുഞ്ഞിനെക്കുറിച്ചുള്ള രഹസ്യങ്ങളൊക്കെ അവിടെ വെളിപ്പെടും. പിന്നെ ഇവിടെ ഇപ്പോൾ വിഷ്ണു വന്നിട്ടും സത്യഭാമയെ ശാലിനിയെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. പക്ഷേ ഈ സത്യഭാമയും വിഷ്ണുവും കൂടി വന്ന് ശാലിനിയെ കണ്ടെത്തുക തന്നെ ചെയ്യും. അതിനുശേഷം വിവരങ്ങളെല്ലാം ശാരദാമ്മ തന്നെ വിഷ്ണുവിനോട് പറയും. അങ്ങനെയുള്ള നല്ല നല്ല എപ്പിസോഡുകളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. പക്ഷേ ഇനി വിഷ്ണുവും ശാലിനിയും കണ്ടുമുട്ടുന്ന എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഓക്കെ, താങ്ക്